ആന. എല്ലാവർക്കും കൊച്ചു ടിവിയിലെ ഇന്റർനാഷണൽ എലിഫന്റ് ഡേ സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ആന കരയിലെ ഏറ്റവും വലിയ ജീവി എന്നതിനപ്പുറം കേരളീയർക്ക്, മലയാളികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. ആഘോഷങ്ങൾക്കും ഉത്സവങ്ങൾക്കും നമുക്ക് ആനയെ വേണം. ആനകളില്ലാതെ എന്ത് ആഘോഷം അല്ലേ? ഇന്ന് ഇന്റർനാഷണൽ എലിഫന്റ് ഡേയോടനുബന്ധിച്ച് നമ്മൾ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആനകളുള്ള മംഗലാംകുന്ന് എന്ന ആനത്തറവാട്ടിലാണ്. ആനകളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ആനകളുടെ ഉടമസ്ഥരും അതിനെക്കുറിച്ച് കൂടുതൽ അവരോട് ചോദിച്ചറിയുവാനായി കുറച്ച് കൊച്ചു കൂട്ടുകാരും നമ്മുടെ അടുക്കലുണ്ട്. എത്ര വർഷമായി ആനകളെ പരിപാലിക്കാൻ തുടങ്ങി? സുമാർ 40 വർഷമായി. 40 വർഷമായി തുടങ്ങിയിട്ട്. 1976 തുടങ്ങിയിരിക്കുന്നു. എവിടെ നിന്നാണ് ആദ്യമായിട്ട് ആനയെ ആദ്യം കൊണ്ടുവന്നത് UP-യിലെ ബാരാബങ്കി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. അവിടെ രാമേന്ദ്ര സിംഗ് എന്ന് പറഞ്ഞാൽ അന്നത്തെ ആന കച്ചവടക്കാരുണ്ടായിരുന്നു. ഇന്നൊന്നും പതില്ല. അപ്പോൾ അവരിൽ നിന്നാണ് ആദ്യം ഒരു ആനയെ വാങ്ങിക്കൊണ്ടത് 76-ൽ. എത്ര ആനകളോളം ഇവിടെ? ഇപ്പോൾ 14 ആനകളോളം. 18 ആനകളോളം ഉണ്ടായിരുന്നു. അത് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രസിദ്ധി ആർജിച്ച ആനകൾ ഏതെല്ലാമാണ്? കർണൻ എന്ന് പറഞ്ഞൊരു ആനയുണ്ട്, അയ്യപ്പൻ എന്ന് പറഞ്ഞൊരു ആനയുണ്ട്, ശരണയ്യപ്പൻ എന്ന് പറഞ്ഞൊരു ആനയുണ്ട്, ഗണപതി എന്ന് പറഞ്ഞൊരു ആനയുണ്ട്. ഇതൊക്കെ കേരളത്തിൽ അറിയപ്പെടുന്ന ആനകളാണ്. കർണാനൊക്കെ എത്ര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് അറിയോ? ഒരു ജയറാമിന്റെ ആനച്ചന്തത്തിലെ ഗണപതി ആനയാണ് മെയിൻ ആന. അയ്യപ്പൻ ആനയുണ്ട്. ഒക്കെ ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഏതൊക്കെ ഉത്സവങ്ങളിലാണ് കൂടുതൽ? ഉത്സവം കേരളത്തിലുള്ള ഒരു ഒട്ടുമുക്കാൽ ഉത്സവങ്ങളും കേരളത്തിൽ ഞങ്ങൾ കോഴിക്കോട്, കണ്ണൂർ വരെ. ആനയ്ക്ക് എളുപ്പം വരുന്ന അസുഖം എരണ്ടക്കട്ട എന്ന് പറഞ്ഞൊരു സുഖം. എരണ്ടക്കട്ട എന്ന് പറഞ്ഞാൽ ആനകൾ നല്ല വയർത്തൂതി വരുമ്പോൾ ഈ ആനകൾക്കുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തൊലിയിലൊക്കെ സുഷിരമുണ്ട്, വേർപ്പ് പോവും. ആനയ്ക്ക് വേർപ്പ് അങ്ങനെ സുഷിരത്തിൽ കൂടെ പോവില്ല. ആനയ്ക്ക് വായിക്കൂടെ, കണ്ണുകൂടെ, നഖത്തിൻ്റെ ഇടയ്ക്ക് വേനൽക്കാലത്ത് ഇങ്ങനെ വെള്ളം വന്ന് കാണും. അങ്ങനെ 3-4 ഭാഗത്ത് തുമ്പി കൂടെ ഇതൊക്കെയാണ് ഈ വേർപ്പ് പോവുള്ളൂ. അപ്പോൾ ഈ വെയിൽ ചൂടായി വരുമ്പോൾ ഈ ആന വേഗം ആഹാരം കഴിക്കുക എന്തെങ്കിലും ചെയ്താൽ, വിശപ്പോടുകൂടി കഴിച്ചാൽ ഈ പോകുന്ന പട്ട വലുതായി നിൽക്കും. ദഹിക്കാതെ വലുതായി വരുമ്പോൾ ഈ കുടൽ കൂടെ തള്ളിപ്പോകാനുള്ള ബുദ്ധിമുട്ട് വരും. പിന്നെ അതല്ല ഈ പട്ടയും നാരും ആവുകൊണ്ട് കുറേ കഴിഞ്ഞാൽ അത് ആ നാര് മാത്രമായി. ഇപ്പോൾ ഇതിലിടയ്ക്ക് ഒരു ആന 30 ദിവസത്തോളൊപ്പം നിന്നു എരണ്ടക്കട്ടായിട്ട്. തിന്നൂല, വെള്ളം കുടിക്കൂല, ഒന്നുമില്ല. ഈ ഗ്ലൂക്കോസ് മറ്റുള്ള മരുന്നുകൾ കൊടുത്ത് അത് പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പുറത്തേക്ക് വരണം. ആ വിസർജനം തുടങ്ങിയാലേ പിന്നെ തിന്നൽ തുടങ്ങും. അതാണ് ഏറ്റവും പ്രത്യേകത. എന്താ വെച്ചാൽ മറ്റു മൃഗങ്ങൾ ഇപ്പോൾ പശു, ആടെന്നൊക്കെ പറഞ്ഞാൽ അത് അയവറക്കും. പക്ഷെ ഈ ആന അയവറക്കില്ല. ആ തിന്ന പാടിന് അങ്ങനെ ദഹിക്കണം. രണ്ടാമത് നാലറിയില്ല. 2 അറിയുള്ള ജീവിയാണ് ആന. പശുക്കൾക്കൊക്കെ 4 അറിയുണ്ട്. അപ്പോൾ തിന്നു കഴിഞ്ഞിട്ട് അയവറക്കുന്നുണ്ടാവുന്നത്. ആന അയവറക്കില്ല. അതാണ്. അപ്പം അത് തിന്ന് ശരിക്കും ദഹിച്ചില്ലെങ്കിൽ അത് വലുതായ കുടലിൽ കൂടെ വരില്ല. അത് മൂലമാണ് കേരളത്തിലെ ഒരു 60% ആളുകളും മരണപ്പെടുന്നത്. ഏറ്റവും വ്യാപകമായി കണ്ടുവരുന്ന അസുഖമാണ് എരണ്ടക്കെട്ട്. ഇതല്ലാണ്ട് മനുഷ്യന് വരുന്ന എല്ലാ അസുഖങ്ങളും, പനി, ഹാർട്ട് അറ്റാക്ക്, വയറുവേദന, ഡയബറ്റിക്, എല്ലാ അസുഖങ്ങളും ആനയ്ക്കും വരും. ബീഹാറിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നെല്ലാം ആനയെ കൊണ്ടുവന്നിട്ടുണ്ട്. അവരെ ഒരുപോലെ മെരുക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതായത് ബീഹാറിലും UP-യിലൊക്കെ അവരുടെ ഭാഷ ഹിന്ദിയാണ്, നമ്മളിവിടെ മലയാളമാണ്. പക്ഷേ ഈ മുകളിലിരുന്ന് കാലനക്കലും മറ്റുള്ള പല ആംഗ്യ ഭാഷകളും അവിടെയും ഇവിടെ ഒരേ മാതിരി തന്നെയാണ്. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യുവെച്ചാൽ ആനകളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഹിന്ദിക്കാർ 2 ദിവസം കൊണ്ട് മാറി നിന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ ആനക്കാർ ഇരിക്കുക എന്ന് പറയും, ബൈറ്റ് എന്ന് പറയുന്നതോട് കൂടി തന്നെ ഇരിക്കുക എന്ന് പറയും. അങ്ങനെ 2 ഭാഷയും കൂടി കലർത്തി പറഞ്ഞുകൊണ്ട് അതിനെ ഇതാക്കി എടുക്കുന്ന ഒരു സമ്പ്രദായമാണ് നമ്മുടെ നാട്ടിലുള്ളത്. ആനയെ മെരുക്കിയെടുക്കുന്ന രീതി എങ്ങനെ? ഈ ആനകൾ മരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ
നമ്മളിപ്പോൾ എങ്ങനെ ഇപ്പോൾ ഒരു ആനയ്ക്ക് എന്ന് പറഞ്ഞാൽ ഒരു ആന നമ്മുടെ മനുഷ്യന് 6 വയസ്സുള്ള കൊച്ചിൻ്റെ ബുദ്ധിയുള്ളൂ. അപ്പോൾ ആ ഒരു അത്രയ്ക്കുള്ള വിവേകം ഇതിനെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഈ കുട്ടികളെ എങ്ങനെ നമ്മുടെ കുട്ടികൾ പല സ്വഭാവക്കാരില്ല. ചില കുട്ടികൾ നമ്മൾ പറഞ്ഞു കൊടുത്താൽ പെട്ടെന്ന് മനസ്സിലാകുന്ന കുട്ടികളുണ്ടാവും, ചിലത് സ്നേഹം കൊടുത്ത് പറഞ്ഞാൽ ചെയ്യുന്ന കുട്ടികളുണ്ടാവും, ചിലർ പേടിപ്പിക്കേണ്ടി വരും. അപ്പോൾ ഇതേമാതിരി ഓരോ പ്രകൃതവും ഓരോ ആനയ്ക്കുണ്ട്. ചില ആനകൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഞങ്ങളുടെ ഗുരുവായൂരപ്പൻ പറഞ്ഞ ആ ആന നമ്മളൊരു മാസമെങ്കിലും ഒരു ആനക്കാരൻ കൂടെ നടന്ന് പഴം വെല്ലം തീറ്റയും കൊടുത്ത് സോപ്പിട്ട് നടന്നിട്ടല്ലാണ്ട് പെട്ടെന്ന് ഒരാൾക്ക് കഴിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. നേരെ മറിച്ച് നമ്മുടെ തന്നെ അയ്യപ്പനുണ്ട് വരാനുള്ള ആനകളൊക്കെ ഇന്ന് രാവിലെ പോയി ഉച്ചയാകുമ്പോഴേക്കും ഒന്ന് വടാന്ന് വിളിച്ചാൽ കൂടെ വരാം. ഓരോ ആനകൾ ഓരോ പ്രകൃതമാണ്. അപ്പോൾ അത് മെരുക്കിയെടുക്കാൻ നമ്മൾ ആ വഴി അറിയണം. അത് മനസ്സിലാക്കേണ്ട നമ്മൾ കുറേ വഴി പലതും കേൾക്കുന്ന പോലെ വലിയ കോലും തോട്ടിയൊക്കെ എടുത്തിട്ട് ഇടിയും ഇടിച്ചിട്ടും കുത്തിരൊന്നും കാര്യമില്ല. അത് അതിന്റെ ആ ആനയുടെ രീതി ആന എങ്ങനെയുണ്ടെന്ന് ആന രീതി മനസ്സിലാക്കിയിട്ട് അതിനെ മെരുക്കിയെടുക്കണം. അതാണ് അതിന്റെ രീതി. ഈ ആനക്കൊമ്പ് അല്ലെങ്കിൽ ഐവറിയുടെ ബിസിനസ് വേൾഡ് വൈഡ് ആയിട്ട് ഇപ്പോൾ എല്ലാ ഭാഗത്തും ബാൻ ചെയ്തിരിക്കുകയാണ്. നിയമപ്രകാരം ആനക്കൊമ്പ് വിൽക്കാനോ വാങ്ങാനോ പാടില്ല കേട്ടോ. അതുകൊണ്ടാണ് അത് കൈവശം വയ്ക്കുന്നതും വിൽക്കുന്നതും വാങ്ങുന്നതും ഒക്കെ കുറ്റകരമാണ്. എല്ലാവർക്കും ജയിൽ ശിക്ഷ വരെ കിട്ടും. അതുകൊണ്ട് ഒരു ആനയുടെ കൊമ്പും നമ്മൾ വിൽക്കാനോ വാങ്ങാനോ മുറിക്കാനോ ഒന്നും പാടില്ല. കഴിഞ്ഞാൽ ഫോറസ്റ്റിനെ ഏൽപ്പിക്കണം. അഥവാ എന്തെങ്കിലും ഈ കൊമ്പ് ഡ്രസ് ചെയ്യുന്ന ആനയ്ക്ക് കൊമ്പ് വൃത്തിയാക്കി മിനുസപ്പെടുത്തി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഈ ആനയായിട്ട് ബന്ധപ്പെട്ട അധികാരികൾ എന്ന് പറയുന്നത് വനംവകുപ്പാണ്. വനംവകുപ്പിനെ അറിയിച്ച് അവർ അനുമതി വാങ്ങി നമ്മളത് മുറിച്ച് ആ കൊമ്പ് അവർ എടുത്തിട്ട് പോകും. ഇതൊരു വന്യമൃഗമാണല്ലോ. അപ്പോൾ ഇതിനായിട്ട് സംബന്ധപ്പെട്ടിട്ട് നമ്മൾ സർക്കാരിൻ്റെ കുറേ നിയമങ്ങളും കുറേ അതിൻ്റെ കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിങ്ങനെ അതിനെ കൊണ്ടുനടക്കാനും കുറേ നിയമങ്ങളുണ്ട്, പരിപാലിക്കേണ്ട രീതിയുണ്ട്. അത് വർഷം ചെല്ലുന്തോറും കൂടുതൽ കഠിനമായിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇത് തുടർന്ന് കൊണ്ടുപോകാൻ നടത്തിക്കൊണ്ടുപോകാൻ അതുകൊണ്ട് അവർ ആനപ്പാപ്പന്മാരെ കിട്ടാനുള്ള ബുദ്ധിമുട്ട്, തീറ്റ പ്രശ്നം എല്ലാം ബുദ്ധിമുട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് അതിൻ്റെ നമുക്ക് എണ്ണം കുറയ്ക്കാനുള്ളൊരു കാരണം. ആനയുടെ ദിനചര്യങ്ങൾ എന്തൊക്കെയാണ്? ദിനചര്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആന ഒരു ദിവസം 18 മണിക്കൂർ തിന്നുകയും 6 മണിക്കൂർ മാത്രം ഉറങ്ങുകയും ചെയ്യുന്നൊരു ജീവിയാണ്. തിന്നണം, ഉറങ്ങണം, ഇതിലെ കൂടുതൽ വേറൊരു കാര്യം അവർക്ക് ചിന്തയിലില്ല. അവർ ശരീരം കണ്ടതല്ലോ ഭൂമിയിൽ കരയിൽ ഏറ്റവും വലിയ ജീവിയാണ്. അപ്പോൾ ഈ ഇതിൽ നമ്മൾ മരിച്ചെടുത്ത് നമ്മുടെ ഇഷ്ടത്തിന് കൊണ്ടുവരുമ്പോൾ ഈ കാട്ടിലാകുമ്പോൾ അവർ വെള്ളത്തിൽ ചാടും, കുളിക്കും, അങ്ങനെയൊക്കെ അവരുടെ ഇഷ്ടത്തിനാണ് പോവുക. നമ്മളിതിവിടെ വരുമ്പോൾ നമ്മൾ ദിവസം നിത്യേന കുളി ആവശ്യമാണ്. കാരണം ഇത് ഈ ഞരമ്പിനും ആനയുടെ ഇതിനൊക്കെ ഒരു ബലം കിട്ടാനും രക്തോട്ടം ഉണ്ടാവാനൊക്കെ കുളി വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇതേപോലെ നമ്മൾ കാലത്ത് ആനയ്ക്ക് തീറ്റ വേണമെങ്കിൽ ആനയ്ക്ക് പട്ട, ഒരു ആനയ്ക്ക് സുമാർ 300 ലിറ്റർ വെള്ളം ഒരു ദിവസം കുടിക്കാൻ വേണം, കുളിക്കാൻ വേറെയും വേണം. ഇതേപോലെ അതേപോലെ തീറ്റ ഈ പട്ടയൊക്കെയാണെങ്കിൽ ഒരു ദിവസം ഒരു 30 പട്ട എടുത്ത് ഒരു ആനയ്ക്ക് പനംപട്ട 250 കിലോ 200 കിലോ 250 കിലോ. അതേപോലെ നമ്മൾ ഈ പട്ടയും ഈ വെള്ളം അല്ലാണ്ട് നമ്മൾ ആനയ്ക്ക് അരി ചോറ് വെച്ച് കൊടുക്കും, അവിൽ കൊടുക്കും. ഇതെല്ലാം ആളുകൾ കഴിക്കും. മനുഷ്യൻ കഴിക്കുന്ന ഈ മത്സ്യമാംസം അല്ലാത്ത ഈ ബാക്കിയുള്ള പച്ചക്കറി അല്ലെങ്കിൽ വെജിറ്റേറിയൻ ആയിട്ടുള്ള എല്ലാ ഭക്ഷ്യസാധനങ്ങളും ഗോതമ്പായാലും ശരി നമ്മൾ ഇതൊക്കെ ആനകൾ കഴിക്കും. ഈ ദിനചര്യയ്ക്ക് അല്ലാണ്ട് നമ്മൾ ഈ ആനയ്ക്ക് കൊടുക്കുന്ന ഒന്നാണ് ഈ സുഖചികിത്സ എന്ന് പറയുന്നത്. സുഖചികിത്സ പറഞ്ഞാൽ ആയുർവേദ ചികിത്സയാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ ഈ എല്ലാ മനുഷ്യരും ആയുർവേദ ചികിത്സകളൊക്കെ നമ്മൾ ഈ ഉഴിച്ചിലൊക്കെ മഴക്കാലത്താണ്. അപ്പോൾ ഈ മഴ പെയ്ത് ശരീരം തണുക്കുന്ന സമയത്താണ് നമ്മൾ ഈ സുഖചികിത്സ ആരംഭം. അപ്പോൾ നമ്മൾ ഈ സുഖചികിത്സയിൽ ആനയ്ക്ക് നമ്മൾ ഈ അഷ്ടചൂർണം അത് 10 ഒക്കെ ആയുർവേദം വരുന്നതാണ്. അതുപോലെ തന്നെ ഈ ചവനപ്രാശം, അങ്ങനെ അതുപോലെ തന്നെ ഈ ഈത്തപ്പഴമൊക്കെ രക്തം ശുദ്ധിയാവാനും വയറ് ശുദ്ധിയാവാൻ നെർവ്സിനൊക്കെ ബലം വയ്ക്കാൻ അങ്ങനെയുള്ള ഒരുപാട് മരുന്നുകൾ നമ്മൾ ഈ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ഭാഗമായിട്ട് സുഖചികിത്സയിൽ നമ്മൾ കൊടുക്കാറുണ്ട്. ഓരോ ആനയ്ക്കും ഓരോ രീതിയിലുള്ള മരുന്നാകും. പല ആനകൾക്കും പല ഡയബറ്റിക്കുള്ള ആന ഉണ്ടാവും, വേറെ സൂപ്പറുള്ള ആനകളുണ്ടാവും. അങ്ങനെ അപ്പോൾ ആ രീതിക്ക് അത് ഡോക്ടർ പറഞ്ഞ ആ രീതിക്കുള്ള മരുന്നാണ്. എല്ലാ ആനയ്ക്കും ഒരേ മരുന്നല്ല കൊടുക്കുക. നെയ്യ് തൊടാൻ പാടില്ലാത്ത ആനയുണ്ടാവും. അങ്ങനെ ഇതിലൊക്കെ ഇതിന് ഈ ആയുർവേദ ചികിത്സയിൽ നമ്മൾ ആനകൾ ഒരു സസ്യബുക്കാണെങ്കിൽ നമ്മൾ കുറച്ച് ഈ മാംസമൊക്കെ ചേർക്കുകയാണെങ്കിൽ ആട് അല്ലെങ്കിൽ കോഴി നേരിട്ട് അങ്ങനെ പച്ചക്കുന്നല്ല, ഈ പച്ചമരുന്നിൻ്റെ അതിൽ വെള്ളമൊക്കെ ചേർക്കുമ്പോൾ ടേസ്റ്റ് അറിയില്ല. ബട്ട് ഇതിന്റെ ഗുണങ്ങളൊക്കെ ഈ മരുന്നുകളിൽ കൂടുതൽ ചേർക്കും. അങ്ങനെ കൊടുക്കലുണ്ട്. ഇപ്പോൾ പാൽക്കഞ്ഞി പാൽക്കഞ്ഞി കൊടുക്കുന്നുണ്ട്. അത് പാൽക്കഞ്ഞി എല്ലാം ആനയ്ക്കും പറ്റില്ല. ചില ആനയ്ക്ക് പാൽക്കഞ്ഞി എന്നാൽ അപ്പോൾ വയറിതാവും. അപ്പോൾ അത് ആ ആനയ്ക്കത് കൊടുക്കാൻ പാടില്ല. അങ്ങനെ ഓരോ ആനയ്ക്കും പ്രത്യേക രീതിയിലുള്ള ചികിത്സയാണ്. ഇപ്പോൾ ചില ആനയ്ക്ക് എള്ള് കൊടുത്താൽ പ്രായമുള്ള ഒരു ആനയ്ക്ക് എള്ള് കൊടുത്തൊരു കാര്യമില്ല. എള്ള് കൊടുക്കുകയാണെങ്കിൽ എള്ള് ഇടിച്ച് അതിൻ്റെ എണ്ണയും ഇതൊക്കെ ആയിട്ട് കൊടുക്കണം. അതിന് വേറെ ഈ പനഞ്ചക്കരയൊക്കെ കൂട്ടിയിട്ടാണ്. അപ്പോൾ ആ എള്ള് കൊടുക്കുന്നത് ശരീരകാന്തി നല്ല മിനുപ്പുണ്ടാവും. ശരീരം നല്ല മിനുത്ത ശരീരം. അത് പ്രായം കമ്മിയുള്ള ആനയ്ക്ക് കൊടുക്കാനേ പറ്റുള്ളൂ. അല്ലാണ്ട് പ്രായം തൊലിയൊക്കെ ചുക്കി ചുളിഞ്ഞൊരു ആനയ്ക്ക് കൊടുക്കണത് ശരി. അപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ ഓരോ ആനയ്ക്കും അതാത് ആനകൾക്ക് ഉള്ള കണക്കാക്കിയിട്ട് കൊടുക്കണം. എല്ലാ ആനയ്ക്കും ഒരേ ട്രീറ്റ്മെൻറ്റ് അല്ല എന്നർത്ഥം. അവിടെ മനുഷ്യരുടെ മെടുക്കുന്ന പല സ്വഭാവക്കാരും പല രീതിയും പല അസുഖമുള്ള ആനകളും. അതായത് വയറിന് അസുഖമുള്ള ആനയുണ്ടാവും, ചിലപ്പോൾ കരളിന് ഇതുണ്ടാവും, ചിലപ്പോൾ കിഡ്നിക്ക് ട്രബിളുള്ള ആനയുണ്ടാവും. അങ്ങനെ ഡയബറ്റിക്കുള്ള ആനയുണ്ട്, ക്യാൻസർ വരെയുള്ള ആനയുണ്ട്. എല്ലാം നമ്മുടെ മനുഷ്യൻ്റെ അതേ തന്നെ എല്ലാവർക്കും. ആനയുടെ ആയുസ്സും മനുഷ്യായുസ് തന്നെ. ഇപ്പം മനുഷ്യന്മാർ ദുർലഭം ചിലർ 70-80 പോലല്ലേ, ആവറേജ് 60ആണ്.
പക്ഷേ മനുഷ്യായുസിൽ 60-80 ഇരിക്കുന്ന ആനകളുണ്ട്. അത് എങ്ങനെ കൂടുതൽ ഇരിക്കുക പറഞ്ഞാൽ ഈ ചെറുപ്പകാലത്ത് മുതൽ തന്നെ അവർക്ക് അടി കിട്ടിയൊന്നും കിട്ടാത്ത സാധു. അപ്പോൾ നമ്മുടെ ഗണപതി ആനയാണ്, അതിന് ജീവിതത്തിലെ അടിയെ ഇതൊന്നും കിട്ടിയില്ല, വലിയ പോലെ കൊണ്ട് ഇടിയെ തോട്ടിയോണ്ട് വിടുന്നത്. അപ്പോൾ അത് വയസ്സായിട്ടും അതിനെ വലിയ കുഴപ്പമൊന്നും, ചെറുപ്പം മുതൽ തന്നെ കുഴപ്പക്കാരനായിരിക്കും. അവനെ വലിയ പോലെ കൊണ്ട് അടിയും അടിയൊക്കെ കിട്ടിയിട്ട് ആയുസും കമ്മിയായിരിക്കും. ഇനിയും കുറേയേറെ വിശേഷങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാനുണ്ട്. ആനവിശേഷങ്ങൾ നമ്മൾ വീണ്ടും തുടരുകയാണ്. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് മംഗലാംകുന്ന് അയ്യപ്പന്റെ അടുക്കലാണ്. അയ്യപ്പനെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. അയ്യപ്പന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? അയ്യപ്പൻ ശരിക്കും സത്യം പറഞ്ഞാൽ അയ്യപ്പൻ UP-കാരനാണ്. അപ്പോൾ ഇവിടെ ഒന്നുകൂടി ശരിക്കും നാടനായിട്ട് മാറിയിരുന്നു. അപ്പോൾ നാടൻ ആനയുടെ ലുക്കാണ്. പിന്നെ കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള ആനകളിലെ ഒരു 3-4 ഒന്ന് ഈ ആനയാണ് ഏറ്റവും. അപ്പോൾ ആനയുടെ സ്വഭാവത്തിനെ പറ്റി ഇപ്പോൾ കുട്ടികൾ ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ തന്നെ അറിയാമല്ലോ അതിൻ്റെ സവിശേഷത. എല്ലാ കേരളത്തിലുള്ള എല്ലാ പൂരങ്ങളും, തൃശ്ശൂർ പൂരം അടക്കം, നെന്മാറ അല്ലെങ്കിൽ കേരളത്തിലെ പ്രശസ്ത പൂരങ്ങൾക്കൊക്കെ കോലം വെച്ചത്. അങ്ങനെ ഒരു ഭാഗ്യം യാനിക്കുന്നു. ഈ തൃശ്ശൂർ പൂരത്തിനൊക്കെ കോലം ഇത് കിട്ടിയ കാരണം ഓസ്കാർ അവാർഡ് കിട്ടുമ്പോഴാണ്. അതിപ്പോൾ ആനയെ സംബന്ധിച്ച് ഈ ആനയ്ക്കൊക്കെ അത് കിട്ടിയതാണ്. അപ്പോൾ ഏറ്റവും നല്ല ആനകളിലെ ഒരു ആന, ഹൈറ്റിലെ, സ്വഭാവത്തിലെ എല്ലാം ഉണ്ട്. ഇപ്പോൾ ഈ മതമൊക്കെ വിളിക്കാൻ തുടങ്ങിയ പിന്നെ എന്താ അതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇതിന് പാപ്പാന്മാർ മാറില്ല. അപ്പോൾ ഇതേതായിട്ട് ചുരുങ്ങിയൊരു 12 കൊല്ലമായി. ഇപ്പോൾ ഇനി അടുത്ത കാലത്ത് മാറാനും പോകുന്നില്ല. ഈ പാപ്പാന്മാർ മാറുന്ന ആനയ്ക്ക് ദോഷമാണ്. ഈ ആനയെ സംബന്ധിച്ച് അതൊന്നും ഒരു വിഷമം എന്നില്ല. 10-12 കൊല്ലമായിട്ട് ഒരാൾ നിൽക്കുകയാണ്. അയാളും ആനയായിട്ടുള്ളൊരു ബന്ധം, ആത്മബന്ധം ശരിക്കും അച്ഛനും മകനും ആ രീതിയിലുള്ള ഇതാണ്. ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അങ്ങനെ നല്ല ഏറ്റവും ഉയരമുള്ള ആന എല്ലാ പൂരങ്ങളും കേരളത്തിലെ സ്വഭാവം. ഇപ്പോൾ ഇങ്ങനെ ആൾക്കാർക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്ന ആനകൾ വളരെ റയറായിട്ടുണ്ടാവും, വളരെ സാന്ദ്രമാണ്. പിന്നെ എന്താ വെച്ചാൽ അങ്ങനെ തല പിടിച്ച് നിൽക്കണമെങ്കിൽ തോട്ടിയോണ്ട് കുത്ത് അടിക്കുക പിടിക്കൊന്നും വേണ്ട, അങ്ങനെ നിൽക്കാൻ പറഞ്ഞാൽ നിന്നോളും. അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും പ്രത്യേകത. നാടൻ പൂരങ്ങൾക്കും എല്ലാ ഇതിനെയും പറ്റും. ഇപ്പോൾ ഒരുപാട് സിനിമകളിലെ ഇപ്പോൾ സിനിമ ഷൂട്ടിംഗ് ഇപ്പോൾ ഒക്കെ നിരോധിച്ചിട്ടുള്ള ആനകൾ പാടില്ല. മറ്റേത് ഒരുപാട് ജയറാമിൻ്റെ ആനച്ചന്തത്തിൽ ഈ ആനയാണ് ഒരു പ്രധാന. അപ്പോൾ നമ്മൾ ഗണപതി ആനയാണ് വേറൊന്ന്. അതിനൊക്കെ അവർക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം. ഒരു കാലഘട്ടത്തിൽ ഈ മലയാള സിനിമയുടെ ഒരു 90-2000 കാലഘട്ടത്തിൽ ഈ ആനയുടെ എന്തെങ്കിലും ചെറിയൊരു ഭാഗം ഉണ്ടെങ്കിൽ ആ സിനിമ വിജയിക്കുള്ളൂ എന്നുള്ള ഒരു തോന്നൽ. അന്ന് എല്ലാ ഇതിലും എല്ലാ സിനിമയിലും ഒരു ഭാഗമെങ്കിലും ആനകളുണ്ടാവും. അപ്പോൾ പിന്നെ ആനകളെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള അതൊക്കെ സിംകാലം തമിഴിലാണെച്ചാലും കന്നഡ ആണെച്ചാലും ഈ കന്നഡ പടത്തിലൊക്കെ ഒരുപാട് നമ്മുടെ ആനകൾ പോകുന്നുണ്ട്. ഈ ആനയൊക്കെ പോകുന്നുണ്ട്. ഇതിൻ്റെ നാട്ടാമ എന്നുള്ളൊരു സിനിമയുണ്ട്, അതിൻ്റെയൊക്കെ ഇതാണ് മുത്തു ഒക്കെ ഈ ആനകൾ. സിനിമ ഷൂട്ടിങ് പാടില്ല. പിന്നെ ഈ ഇവിടേക്ക് കോയമ്പത്തൂർ ഇവിടെയൊക്കെ കല്യാണങ്ങൾക്ക് ആന പോകും. ചെക്കനും പെണ്ണും ആന 2 ആന, അതൊക്കെ ഈ ആനയുടെയൊക്കെ മെയിൻ. സാധു ആനയായിരിക്കണം. കോയമ്പത്തൂരൊക്കെ പോകുമ്പോൾ അവിടെ അത് സാക്ഷാൽ ഗണപതി എന്നുള്ളവർക്ക് ഓടി വന്ന് മുമ്പിലെ വീഴുള്ളവർ. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്താലും ഒന്നും ചെയ്യാത്ത ആനകൾ എല്ലാ ആനകളും പറ്റില്ല. അതിനൊന്നും ആനയുടെ ഭക്ഷണ രീതി അവർക്ക് പ്രധാനമായിട്ടും നമ്മുടെ കേരളത്തിൽ കൂടെ ഈ ഈർമ്പനപ്പട്ട എന്ന് പറയും. അതിവിടെ കണ്ടിട്ട് ചെയ്തത്. അതിപ്പോൾ ഈ റബ്ബറിന് ഇതൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ വളരെ റയറായി കിട്ടാൻ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യം. പിന്നെ ഈ തെങ്ങോല കൊടുക്കണൊക്കെ പലതും അത്ര നല്ലതൊന്നുമില്ല. ഈ ഉണങ്ങിയതൊക്കെ കിട്ടും. ഇതിന് ഈർമ്പനപ്പട്ട തന്നെയാണ് മെയിൻ. പിന്നെ അവർക്ക് രാവിലെ കഞ്ഞി കൊടുക്കും, ഉച്ചയ്ക്ക് ചോറ് കൊടുക്കും. പിന്നെ അത് ചോറ് വെക്കാൻ പറ്റാത്ത ദിവസം ഈ അവില് നനച്ചിട്ട് കൊടുക്കും. അതിലൊക്കെ നനച്ചാൽ നമ്മൾ തിന്നിട്ടുണ്ട് ഒരുപാട് സമയം അവർക്ക് വിശക്കാണ്ട് നിൽക്കും. ചിലപ്പോൾ പട്ട ഒന്ന് കമ്മിയാച്ചാലും ഈ അവിലും ചോറിലൊക്കെ ഈ വാഴമ്പണ്ടി വെട്ടിയെടുക്കും. ഈ ആസാമാനകൾക്കൊക്കെ വാഴയോട് കൂടുതലാണ്. കേരള ആനകൾക്ക് പിന്നെ ഇവിടെ പട്ട വന്ന് ശ്രീലങ്കണ്ട പട്ടേൻ്റെ മെയിൻ കൊടുക്കുള്ളൂ. ആനപ്പട്ടയാണ് മെയിൻ. ആനപ്പട്ട കിട്ടാൻ ഇപ്പോൾ ദൗർലഭ്യം നല്ല നേരിടുന്നത്. അപ്പോൾ അതിന് വേറെ വഴികൾ പലരും തോട്ടം വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് മുഴുക്കായില്ല. അപ്പം ഇന്ന് കേരളം നേരിടുന്ന ആനയുടെ മുഖ്യ പ്രശ്നം ഈ തീറ്റയുടെ ഒരു പ്രശ്നമാണ്. അതിപ്പോൾ ദിവസമാണല്ലോ. ഗുരുവായൂർക്കാണെച്ചാലും പഠിക്കാണെച്ചാൽ ദിവസം വേണം. ചോറും ഇതൊക്കെ കൊടുത്താൽ ഈ പട്ട വേണം, എന്നാലും അവർക്കൊരു വയറ് ഫില്ല് ചെയ്യാൻ അത് വേണം. അത് എന്താ വെച്ചാൽ ഒരുപാട് വിശ്വാസങ്ങളുണ്ട് ഈ ആനയുടെ സംബന്ധിച്ച്. ചിലർക്ക് ഈ ആനവാലുകൊണ്ട് മോതിരം കെട്ടിയാൽ അത് ഒരുപാട് ആൾക്ക് ആനവാലിൻ്റെ അടുത്ത് മോതിരം കെട്ടുക, ചെയിൻ കെട്ടുക, പേടി ഉണ്ടാവില്ല. അങ്ങനെ തന്നെ ആനയുടെ ചെറിയ കുട്ടികളെ കൊണ്ട് ആനയുടെ താടയെ കൂടെ ചോദിച്ചു വലിയ വിശ്വാസമാണ്. അതൊക്കെ ഇപ്പോൾ എത്ര ശരിയാണെന്ന് പൂർണ്ണമായിട്ട് ശാസ്ത്രീയമായിട്ട് തെളിയപ്പെട്ടിട്ടൊന്നുമില്ല. പക്ഷെ അങ്ങനെയുണ്ട്. ആനയുടെ ഇങ്ങനെ കൊമ്പിൻ്റെ അടിയിൽ കൂടെ ചെറിയ കുട്ടികളെ കൊണ്ടുവരിക, ചെറിയ കുട്ടികളെ ആനപ്പുറത്ത് കയറ്റുക. പിന്നെ ഈ ആന കെട്ടിയോടത്ത് മണ്ണിന് വേണ്ടിയിട്ട് തമിഴ്നാട്ടിനൊക്കെ വരും. ആന നിന്നോടത്ത് മണ്ണ് ലേശം മണ്ണ് വേണം വേണ്ടിയിട്ട്. അപ്പോൾ ആ മണ്ണൊക്കെ കൊണ്ട് പലർക്കും ഓരോ വിശ്വാസം. ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ കാണിച്ചാൽ ആന പിണ്ടടമ്പലേക്ക് ഓടി വന്നാൽ എടുത്തുകൊണ്ടും അവർക്കത് എടുത്ത് തലയിലും നമ്മളത് തൊടും കൂടിയില്ല. പക്ഷെ അത് വന്ന് എടുത്തുകൊണ്ടിട്ട് അവർ കയ്യിലും കാലിലും മേലിലും തലയിലൊക്കെ തേക്കും. അതേപോലെ
പിന്നെ ഈ മുടി വളരാൻ ഈ കൊമ്പിൻ്റെ പൊടിയൊക്കെ ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ ഒന്നും കൊമ്പിൻ്റെ പൊടിയൊന്നും കിട്ടില്ല. അത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. നല്ല തഴച്ചു വളരുന്ന മുടിയൊക്കെ സ്ത്രീകൾക്ക് ഉണ്ടാകുന്നൊക്കെ വേണ്ടി ഈ കൊമ്പിൻ്റെ ഒരു പൊടിയുണ്ട്. അതായത് അങ്ങനെ പല വിശ്വാസങ്ങളുണ്ട് ആനകളെ പറ്റി. ആനകളെ ചെറിയ കുട്ടികളെ നാട്ടിൽ കൂടെ ഉപയോഗിക്കുക, അത് ഓരോ വിശ്വാസമല്ലേ. നമ്മളിപ്പോൾ ദൈവത്തിനെ തൊഴുകൊണ്ട് ദൈവം ഉണ്ടെന്നുള്ള എനിക്ക് അതുകൊണ്ട് ഇങ്ങനെയുള്ള രാപ്പനി ഉണ്ടാവില്ല, പേടി ഉണ്ടാവില്ല എന്നുള്ളൊക്കെ ഒരു വിശ്വാസമാണ്. അതൊരു പരിധിവരെ ശരിയാണെന്ന് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നു. ഏറ്റവും ഇണങ്ങി ജീവിക്കുന്ന ഒരു ജീവിയാണ് ആന. അപ്പോൾ ഈ പാപ്പന്മാരെയൊക്കെ മറ്റ് പാപ്പന്മാരെ മാറുമ്പോൾ ഉണ്ടാകണമെങ്കിൽ സങ്കടങ്ങൾ എന്തെങ്കിലും പ്രകടിപ്പിക്കാറുണ്ടോ? അതന്നെ പറഞ്ഞു. അത് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ നമ്മൾ ഈ ആനകളെന്ന് പറഞ്ഞാൽ എല്ലാതും ഓരോ സ്വഭാവക്കാരാണ്. പെട്ടതപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ കൊമ്പ് പിടിച്ചു, ഇങ്ങനെ കൊമ്പ് പോയിട്ട് അതിൻ്റെ ഒരു 100 മീറ്റർ അപ്പുറത്തും കൊണ്ട് വരാൻ പറ്റാത്ത ആനയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഓരോന്നും ഓരോ സ്വഭാവക്കാരാണ്. അപ്പോൾ ആ സ്വഭാവത്തിനനുസരിച്ച് വേണം പെരുമാറും. ഇപ്പോൾ ആനക്കാരൻ പുതിയൊരു ആന അഴിക്കാൻ വന്നാൽ ചിലപ്പോൾ 2 ദിവസം അതിൻ്റെ കൂടെ നടന്നാൽ അഴിക്കാൻ പറ്റുന്നത്, ചിലത് 1 മാസം 2 മാസം പിന്നാലെ നടന്നാലും പറ്റാത്ത ആനയുണ്ട്. അപ്പോൾ അവരിനെ ചിലപ്പോൾ അടിക്കും പിടിക്കും വേണ്ടി അത് ആന അറിഞ്ഞിട്ട് അഴിക്കാതെ ഇരിക്കുമ്പോഴാണ് ഈ ബുദ്ധിമുട്ടുകളും ഇതൊക്കെ വരുന്നത്. ചിലപ്പോൾ ആനകളെ മൃഗീയമായിട്ട് ദ്രോഹിച്ചു, അടിച്ചു എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ അതെന്താ വെച്ചാൽ ചില ആനകൾക്ക് 2 കൊടുക്കേണ്ടി വരും. പക്ഷേ അത് കൊടുക്കേണ്ട രീതി കൂടെ രണ്ട് വെറുതെ അടിച്ചിട്ട് കാര്യമില്ല. അതിന് പല സ്വഭാവക്കാരും പെട്ടെന്ന് ഇറങ്ങുന്ന ആനകളുണ്ടാവും. അപ്പോൾ നിങ്ങൾ തന്നെ ഇപ്പോൾ 2 ദിവസം വെള്ളം പഴമൊക്കെ കൊടുത്തു വെച്ചാൽ നിങ്ങൾ അന്ന് ഒന്നും ചെയ്യാത്ത ആനയുണ്ടാവും. 2 ദിവസം പോയിട്ട് 2 കൊല്ലം നിങ്ങൾ എന്ത് കൊടുത്താലും അങ്ങോട്ട് അടുത്തേക്ക് പോകാൻ പറ്റാത്ത സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഉടമസ്ഥരുണ്ട്. നമുക്ക് തന്നെ ഇപ്പം നമ്മുടെ ആനയെ വേണ്ട ദൂരം നോക്കി കാണാം. അങ്ങോട്ട് അടുത്തേക്ക് പോകാൻ പറ്റാത്ത ആനയുണ്ടെങ്കിൽ എന്താ ചെയ്യുക? അയ്യപ്പൻ എങ്ങനെയായി? അയ്യപ്പനെ എല്ലാവരും അയ്യപ്പൻ നമ്മുടെ ഭൂരിഭാഗം ആനകളും ആ രീതിയിലുള്ള ആനകൾ. അങ്ങനത്തെ അല്ലാത്ത ആനയുണ്ട് ഞങ്ങളപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഒരു 2 കൊല്ലം മുമ്പ് ചെറിയൊരു കുട്ടിയാണ്. നിങ്ങളൊക്കെ കുട്ടികളൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് പോവില്ല, അത്ര ചെറിയ കുട്ടിയായിരുന്നു പറഞ്ഞാൽ അതിൻ്റെ അടുത്ത് നിന്ന് പോവില്ല. ചെറിയ കുട്ടി വേണ്ട ഈ തുടർന്ന് കാണാൻ തന്നെ വരും. പക്ഷേ ആള് ഇങ്ങനെ കെട്ടിയിട്ടാലൊക്കെ റെഡിയാണ്. അഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഓടും, അല്ലെങ്കിൽ എന്തെങ്കിലും വികൃതി ചെയ്യുന്നല്ല, ആളെ കുത്തന്നെ ചെയ്യും. അപ്പോൾ അതിനെ വേറെ ആൾക്ക് കൊടുത്ത് 2 കൊല്ലമായിരുന്നു. വെറുതെ കൊടുക്കുമ്പോൾ കൊടുത്തു, ഇവിടെ പറ്റാണ്ട്. അപ്പോൾ പറ്റാത്തുണ്ടെങ്കിൽ അപ്പോൾ കൊടുക്കും. അപ്പോൾ പിന്നെ അതിനെ വെച്ചുകൊണ്ടിരിക്കില്ല. അങ്ങനെ ഇങ്ങനെ നമ്മൾ സ്നേഹിച്ചാൽ ഇത്ര ഇങ്ങോട്ട് തിരിച്ച് സ്നേഹം തരുന്ന ഒരു മൃഗം വേറെ ജീവിയില്ലാന്ന് ഞങ്ങളുടെ അനുഭവം. ഇപ്പോൾ ഞങ്ങളുടെ ആനകളൊക്കെ ഇപ്പോൾ ഇവിടെ അങ്ങനെ വന്നു. ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഇവിടുന്ന് ചങ്ങലൊക്കെ കഴിച്ചിട്ട് ഇവിടുന്ന് വിട്ട ആനക്കാരവിടെ എത്തുന്നതിന് മുമ്പ് ഈ ആനകളവിടെ എത്തും. അവിടെ എത്തിയിട്ട് അവർ മറ്റേ അടുക്കളുടെ അവിടേക്കൊക്കെ നോക്കി നിൽക്കണത് നമ്മുടെ വീടാണ്, അവിടെ ഒന്നും ചെയ്യില്ല. അപ്പോൾ ഇവിടെ തന്നെ നമ്മളുള്ളപ്പോൾ പാപ്പാന്മാരെന്തെങ്കിലും പറഞ്ഞാൽ അനുസരിക്കാൻ തന്നെ അവർക്ക് കാരണം നമ്മളുള്ളപ്പോൾ ഇവരൊന്നും ചെയ്യില്ല, ഒന്നും ഭീഷണിപ്പെടുത്തില്ല, അല്ല അടിക്കില്ല എന്നുള്ള ധാരണ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാവുകൊണ്ടാണ് അവർ അതിനെ നിൽക്കണേ. ആനകൾ അവിടേക്ക് എന്താണ് ശരി. ഇപ്പോൾ ഇവിടെ ചങ്ങലൊന്നും രണ്ടത് അങ്ങനെ കൊണ്ടെടുക്കില്ല. ഇപ്പോൾ നമ്മുടെ വീട്ടിലാണ് ഇങ്ങനെ തന്നെ വൈകുന്നേരമായി നിൽക്കുക. ഒരു സാധാരണ ആനകൾ പരിചയമില്ലാത്ത സ്ഥാനത്ത് കിടക്കില്ല. കിടക്കണമെന്ന് വെച്ചാൽ രാത്രിയൊക്കെ നല്ല നിശബ്ദമായിട്ടേ കിടക്കും. ഇവിടെ വന്നെന്ന് വെച്ചാൽ അവർ വണ്ടി വാഹനങ്ങൾക്ക് ആനക്കാരൊക്കെ പുറത്തേക്ക് പോയി 6-6-7 മണിക്ക് അപ്പം കിടക്കും. അപ്പോൾ അവർക്ക് വിശ്വാസമാണ് ഇവിടെ ഇങ്ങനെ ഇത് ഉടമസ്ഥൻ്റെ സ്ഥലമാണെന്നും ഇവിടെ ആരും ഒന്നും ചെയ്യില്ല എന്നും നമുക്ക് സുരക്ഷിതമാണെന്ന് അവരുടെ മനസ്സിലുണ്ടാവുകൊണ്ടാണ് അവർ കിടക്കുന്നത്. അല്ലെങ്കിൽ കിടക്കില്ല. അപ്പോൾ ഒരു ആനയ്ക്ക് കിടക്കാൻ എനിക്ക് അവിടെ ഒരു ഇത് തോന്നുകയെന്ന് വെച്ചാൽ പിന്നെ കിടക്കില്ല. അവർ ഒരിക്കലും ഒരു ആന പകൽ കിടക്കില്ല. പകല് ഒരു ആന കടന്നു എന്ന് ചോദിച്ചാൽ അപ്പം നമ്മൾ മനസ്സിലാക്കുക ആനയ്ക്ക് എന്തെങ്കിലും മാരകമായിട്ടുള്ള അസുഖമുണ്ട്. അല്ലാണ്ട് അവൻ ക്ഷീണിതനായിട്ടോ ഇതായി കിടക്കില്ല. അപ്പോൾ അവന് കടന്നു പറഞ്ഞാൽ അവൻ എന്തെങ്കിലും ഒരു മാരക സൂക്കടുണ്ടാവണം, അല്ലാണ്ട് കിടക്കില്ല എന്നില്ല. അങ്ങനെയാണ് ആനകളുടെ ശരിക്കും ഇതിങ്ങനെ പറയാന്ന് വെച്ചാൽ ഒരുപാട് കുറച്ച് സമയം ഉറങ്ങാറില്ല. ആനകൾ സാധാരണഗതിയിൽ അവർ കടന്ന് എണീക്കാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലത്താണെന്ന് വെച്ചാൽ കിടക്കില്ല, നിന്നുറങ്ങും. അവർ നിന്നിട്ട് അവർക്ക് അതാ ദൈവം കൊടുത്ത ഒരു ഇതാണ്. അവരിപ്പോൾ വേനലേക്കും എഴുന്നേൽപ്പിനെ പോയിച്ചാൽ അവർ നിന്നുറങ്ങും. നിന്നിട്ട് ഇങ്ങനെ ഒരു 6 മണിക്കൂറങ്ങനെ ശരിക്കും ഉറങ്ങണം അവർക്ക്. ബാക്കിയുള്ള സമയത്തൊക്കെ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കും. വെൽക്കം ബാക്ക്. ഇനി നമുക്ക് പാപ്പാമാരെ കുറിച്ചാണ് അറിയേണ്ടത്. വ്യത്യസ്തമായ പാപ്പന്മാരുണ്ട്. പാപ്പന്മാരിനെ കുറിച്ച് എന്തെങ്കിലും പ്രത്യേകതയായിട്ടുള്ള പൊതുവെ ഒരു ഉദാഹരണം, ആനപ്പാപ്പന്മാരൊക്കെ മദ്യപാനികളാണ്, അവർ ആനകളെ ദ്രോഹിക്കുകയാണ്, അവരങ്ങനെ. അതൊന്നും ശരിയല്ല. അതൊക്കെ വെറുതെ എന്തെങ്കിലും പറച്ചിൽ മാത്രം. ഈ ആനപ്പാപ്പന്മാരുടെ അവരുടെ മാത്രം നോക്കാൻ, മറ്റുള്ള ജോലികളൊക്കെ നോക്കാൻ വെച്ചാൽ 4 മണിക്കൂർ 5 മണിക്കൂർ എടുത്താൽ 800-1000 മേടിച്ചുകൊണ്ടും. അത് ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തില്ലേ എന്ത് പറയും. ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ അവർക്ക് ഇപ്പം അവരെ നിർത്തിപ്പറയല്ല, ഒരു 24 മണിക്കൂറും അവർക്ക് ആനകളോട് ഇതുള്ളതാണ്. അവർക്ക് സദാസമയം അവർ നോട്ടം വേണം. അതാവുന്ന വീട്ടിൽ പോയി അപ്പം തന്നെ ഓടി വേഗം വരണം. ആനയുടെ കൂടുതൽ 24 മണിക്കൂറല്ല, ഒരു ദിവസത്തിലെ എല്ലാ സമയത്തും അവർ ആനകളോട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും ലേശമൊക്കെ അവർക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട് നോക്കിയാൽ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ പല ആൾക്കാരും കുടിക്കാത്ത ആളൊക്കെ ഞാൻ ചില എന്തെങ്കിലും കാര്യത്തിനെ പറ്റി അവൻ നല്ല കാരണം നമ്മുടെ കുടിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്.
അവരെ കണ്ടിട്ട് അവൻ നല്ല കുടികാരൻ, അവൻ്റെ മോഹങ്ങൾ. അപ്പോൾ അങ്ങനെ വെറുതെ ആനക്കാരൻ കണ്ട കള്ളുടിയനാണ് അവൻ മോശം, ആ ധാരണ തെറ്റാണ്. ആ ധാരണ ഒരാളും വെച്ച് കൊടുക്കുന്നത് പാടില്ലെന്ന്. ദുർലഭം ചിലവർ കള്ളുടിച്ച് മോശമായി ഇരിക്കണ്ട, പക്ഷെ വെച്ചിട്ട് എല്ലാവരും കള്ളുടിയന്മാരാണ്, എല്ലാവരും ആന തള്ളുന്നവരാണ്, ആനനെ പീഡിപ്പിക്കുന്ന ആൾക്കാരാണെന്ന് പറയാൻ പറ്റും. അതൊന്നും ശരിയല്ല. ഓരോരുത്തർ പറയാൻ പറ്റും. നല്ല അവരുടെ ബുദ്ധിമുട്ടുകൾ നോക്കുകയാണെന്ന് വെച്ചാൽ മറ്റുള്ള തൊഴിൽ മേഖലകൾ കേരളത്തിൽ നോക്കുകയാണെന്ന് വെച്ചാൽ വേറെ എന്ത് തൊഴിലാണെന്ന് വെച്ചാൽ 3 മണിക്കൂർ 4 മണിക്കൂർ എടുത്താൽ അവരുടെ പണി കഴിഞ്ഞു. ഇത് അവരിപ്പോൾ ഒരു എഴുന്നള്ളിപ്പിന് പോയാൽ 10 മണിക്കൂർ 12 മണിക്കൂർ. ആ എഴുന്നള്ളിക്കണം മാത്രം സമയമല്ല, അത് കഴിഞ്ഞാൽ അവർക്ക് ആനയ്ക്ക് തീറ്റിട്ട് കൊടുക്കണം, ആനയെ കഴുകണം, ആനയെ കൊണ്ടുവരണം, ആന ബാക്കിയുള്ള പണികളൊക്കെ ഉണ്ട്, ലോറിയിൽ കൊണ്ടൊപ്പം നിൽക്കണം. അപ്പോൾ ഫുൾ ടൈം അതിൻ്റേതാണ്. അപ്പോൾ അതിൻ്റേതായുള്ള വേതനം സത്യം പറഞ്ഞാൽ അവർക്ക് മറ്റൊന്നിനെ കിട്ടുമ്പോഴുള്ള കിട്ടലില്ല. ഞങ്ങൾ പറയുമ്പോൾ ഏറ്റവും പിടിവാശി അല്ലെങ്കിൽ ഏറ്റവും കുസൃതിയുള്ള ഒരു ആന ഏതായിരിക്കും? പല സ്വഭാവക്കാരാന്ന് പറഞ്ഞിങ്ങനെ ചിലത് വെള്ളം കണ്ട പുഴ ഇതൊക്കെ കണ്ടിച്ചാൽ പുഴയിൽ ഇറങ്ങി നിന്നിട്ട് ആനക്കാരനെ അനുസരിക്കില്ല. പുഴ ഇറങ്ങി നിന്ന് മതിയാവോളം 1 മണിക്കൂർ 2 മണിക്കൂർ കുത്തി മറിഞ്ഞ് പിന്നെ കയറി വരുള്ളൂ. പിന്നെ ചില സമയത്താണ്ട് ഇറങ്ങി നിന്ന് ആനക്കാരനെ അനുസരിക്കേണ്ട പോകുന്ന ആനകളുണ്ട്. വെള്ളം കണ്ട വിശാലമായ അതേ മട്ടിൽ തന്നെ ചില ആനകൾക്ക് ഈ ഒഴിഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ കണ്ടാൽ, അതായത് ആനപ്പുറം കാട്, ഇങ്ങനെ ആനക്കാരൻ കൊണ്ടുപോയിരിക്കുക ഒഴിഞ്ഞ അങ്ങനെ നല്ല കാടിൻ്റെ ഒരു രീതിയിലുള്ള സ്ഥലത്ത് ചെന്നാൽ ചിലപ്പോൾ ഈ ആനക്കാരനെ ഈ ആനയ്ക്ക് പഴയ ബുദ്ധി വല്ലതും മനസ്സിൽ വന്നിട്ട് ചിലപ്പോൾ ഈ ആനക്കാരനോടൊന്ന് ഇത് എനിക്ക് പറ്റിയ അന്തരീക്ഷമാണ്, ഞാൻ എന്നെ അനുസരിക്കില്ല എന്ന് അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ തോന്നുന്ന ചില ആനകളുണ്ട്. ആ കാടിൻ്റെ പ്രതീതിയൊക്കെ ഉണ്ട്, എത്തിയിട്ട് ചെവിയൊക്കെ ഉണ്ട് വട്ടം പിടിച്ച് ചിലപ്പോൾ ആനക്കാരൻ പറഞ്ഞ് അനുസരിക്കില്ല. അപ്പോൾ വേഗം സൂത്രമുള്ള ആനക്കാരൻ വേഗം കയ്യും കാലും മേട്ടൊക്കെ ചങ്ങലിട്ട് അവിടെ കെട്ടും. അതല്ലാണ്ട് അപ്പോൾ ഒരു അടി എവിടെയോ വെച്ചാൽ അപ്പോൾ കാട്ടിലേക്ക് കയറി പോവുക, അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവുന്ന ധാരാളം സംഗതികളുണ്ട്. ആന മരിച്ചു കഴിഞ്ഞാന്ന് വെച്ചാൽ ആന മരിക്കാന്നുമല്ല, ആന ചെരിയാന്ന് ആന ഭാഷയിൽ ആന ചെരിയാന്ന് പറഞ്ഞാൽ മരിച്ചു എന്ന് പറയില്ല, ഒന്ന് തന്നെയാണ് മരിച്ചു എന്ന് പറഞ്ഞാൽ ചെരിഞ്ഞു പറഞ്ഞു. ചെരിഞ്ഞു പറഞ്ഞാൽ ഉടമസ്ഥനെ സംബന്ധിച്ച് സാമ്പത്തിക നഷ്ടം ഭയങ്കരമാണ്. കാരണം പല ആൾക്കാർക്കും ധാരണയുണ്ട് ഈ ആനയുടെ കൊമ്പ് ഉടമസ്ഥനെ കിട്ടുന്നുണ്ട്. ഒരിക്കലും കിട്ടില്ല. ആന കൊമ്പ് മറ്റേ ഫോറസ്റ്റുകാർ അപ്പം തന്നെ അളന്നിട്ട് അവർ രേഖപ്പെടുത്തിയിട്ട് അവർ കൊണ്ടുപോകും. അതിന് അഥവാ ഉടമസ്ഥൻ വെച്ചാൽ അവന് ജയിലിൽ പോകേണ്ടി വരും. വയ്ക്കാൻ യാതൊരു നിയമവുമില്ല, അങ്ങനെ ചെയ്യണമില്ല. അപ്പോൾ ഫോറസ്റ്റ് അപ്പോൾ വന്നവർ കൊണ്ട് ഇപ്പോൾ ആനയുടെ വരുമാനം കിട്ടപ്പോൾ ഈ കൊമ്പെന്നാണ്, അഥവാ കൊമ്പ് അവർ ഫോറസ്റ്റുകാരാണ്. പിന്നെ ഇപ്പോൾ ഈ ആനകൾ ഇൻഷൂർ ചെയ്തിട്ട് വലിയൊരു സംഖ്യ കിട്ടുന്ന പല ആൾക്കാർക്കും ധാരണ. അതൊക്കെ വെറും തെറ്റാണ്. ഒരു ആന ഇൻഷൂർ ചെയ്യാന്ന് വെച്ചാൽ പരമാവധി 10 ലക്ഷം റുപ്യ വരെ ചെയ്യാൻ പറ്റും. എൻ്റെ ആന ഇപ്പോൾ ഇതൊരു 1 കോടിക്ക് ഉറുപ്പിക്ക് ഇൻഷൂർ ചെയ്യാൻ പറഞ്ഞാൽ പറ്റില്ല. ഇൻഷൂർ കമ്പനി 10 ലക്ഷം റുപ്യ വരെ ചെയ്യും. ആ 10 ലക്ഷത്തിന് തന്നെ 80% തരുള്ളൂ. 10 ലക്ഷം ചെയ്താൽ ആനയ്ക്ക് എന്തെങ്കിലും പറ്റി 8 ലക്ഷം കിട്ടുള്ളൂ. അപ്പോൾ ഈ 8 ലക്ഷം 7 ലക്ഷം സാധാരണ ഞങ്ങളൊക്കെ ഒരു 5 ലക്ഷം റുപ്യൊക്കെ ഇൻഷൂർ ചെയ്യുള്ളൂ. കാരണം എന്തിനാ വെച്ചാൽ ഈ തേർഡ് പാർട്ടി കവർ ചെയ്യാൻ. ഒരു ആന എന്തെങ്കിലും പോയി എവിടെയെങ്കിലും മരം തള്ളി, അല്ലെങ്കിൽ ചെറുതായിട്ട് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ വന്നു, വല്ല വണ്ടി കേടുവരുത്തി, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ വന്നാൽ അത് ഇൻഷൂർ ഉണ്ടെങ്കിൽ ഇൻഷൂർ ഉണ്ട് എന്നുള്ളൊരു ധൈര്യത്തിൽ അത് ആ കമ്പനി നോക്കിക്കോളും എന്നുള്ള ആദ്യം വേണ്ടി. അല്ലാണ്ട് ഒരിക്കലും ഒരു ഇൻഷൂർ കമ്പനിക്കോ ഗവൺമെൻറ്റിനോ ഒരു ആന മരിച്ചാൽ ചെരിഞ്ഞാൽ അതിന് നഷ്ടം തരാൻ സാധിക്കില്ല. കാരണം ഇന്നത്തെ ആനകളുടെ വില കോടികളാണ്. അതിപ്പോൾ ഒരാൾ ബുക്കുണിൽ വാങ്ങാനും പറ്റില്ല. അത് പറയുന്നാലും അത് പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ, ഇത്ര സ്വത്ത് എൻ്റെ കയ്യിലുണ്ടെന്ന്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരിക്കലും ഒരു ആന മരിക്കാൻ ആഗ്രഹിക്കണമില്ല, മരിക്കപ്പെടാനും പാടില്ല. എന്നാൽ കൂടി അത് 10 ലക്ഷം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ പരമാവധി കുറച്ച് ആനകളെ 10 ലക്ഷം കിട്ടും. അപ്പോൾ 8 ലക്ഷം അതിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കിട്ടണമെങ്കിൽ തന്നെ 1 കൊല്ലം കഴിയണം, കടലാസ് കുത്തൊക്കെ നടത്തിയിട്ട് ഇത്. അപ്പോൾ ഇത് പിന്നെ ഇത് സംസ്കരിക്കുക എന്നൊരു പ്രധാന ഘടകം. സാധാരണ ഇത് പണ്ടൊക്കെ ഇപ്പോൾ നമ്മുടെ അവിടെ മണ്ടെന്നൊക്കെ ഉണ്ടായപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ തന്നെ നാട്ടുകാർ ഇവിടെ തന്നെ മതി പറഞ്ഞു. ഇപ്പോൾ ഒക്കെ എന്താ വെച്ചാൽ ഇപ്പോൾ വീടുകളും ഇതൊക്കെ ഒരുപാട് ജനസംഖ്യ കൂടിയതല്ലേ. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ തന്നെ ഇവിടെ നിന്ന് പറ്റില്ല. നമുക്ക് സ്ഥലങ്ങളുണ്ട്, ഒഴിഞ്ഞ സ്ഥലങ്ങളുണ്ട്, എന്നാലും അത് വേണ്ട. അപ്പോൾ വാളയാറിലേക്ക് കൊണ്ടുപോകാറുണ്ട്. വാളയാറിലെ ഫോറസ്റ്റ് അത് അവിടുത്തെ സ്ഥലം കിട്ടാൻ ഇതിനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. ഫോറസ്റ്റുകാരൻ്റെയും പിന്നെ അവിടെ ആദിവാസികളുണ്ട്. അവിടെ കൊണ്ടുപോയിട്ട് മറവ് ചെയ്ത് വരിക എന്ന് പറഞ്ഞാൽ അവൻ ജീവിതത്തിൽ അനുഭവിക്കാത്ത ഒന്നുണ്ട്, അത്ര ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ ചെയ്ത് കൊണ്ടുവന്നാലും ശരി ഒരു ആനയ്ക്ക് വന്നിട്ട് 5 ലക്ഷം ഉറുപ്പിക ചിലവ് വരും. ഇന്നത്തെ ഈ ഇന്റർനാഷണൽ എലിഫന്റ് ഡേ സ്പെഷ്യൽ പ്രോഗ്രാമിൽ ആനയെപ്പറ്റി ചെറുതും വലുതുമായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുന്നു. അതിന് വലിയ കടപ്പാട് മംഗലാംകുന്ന് തറവാടിനോടാണ്.